നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി എന്ന സ്ഥലത്ത് മലബാർ അഗ്രോ നഴ്സറി. അവിടെ നല്ല ഇനം കുറച്ച് കുരുമുളക് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. നമുക്കതിനെപ്പറ്റി ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, നമ്മുടെ കുരുമുളകിൻ്റെ ഇനങ്ങളിപ്പം ഇവിടെ എത്ര എണ്ണം ഉണ്ട് ചേട്ടാ? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? കുരുമുളക് വെറൈറ്റി ഒരു 10-20 വെറൈറ്റി കുരുമുളക് ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ എല്ലാം കൊടുക്കാൻ റെഡി ആയിട്ടില്ല. ഉണ്ടായിരുന്നതെല്ലാം കഴിഞ്ഞു. ഇപ്പം നമുക്ക് മെയിനായിട്ട് കൊടുക്കാനുള്ളത് പന്നിയൂർ വെറൈറ്റികളും കരിമുണ്ട വെറൈറ്റിയാണ് ഇപ്പം കൊടുക്കാൻ നമുക്ക് സ്റ്റോക്ക് ഉള്ളത്. കുറച്ച് കൈരളി വെറൈറ്റിയും ഉണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്രസീലിയൻ തിപ്പല്ലി, അത് കൊളിബ്രീനോ എന്ന് പറഞ്ഞ ഒരു ചെടിയുണ്ട്. അത് ഈ വെള്ളക്കെട്ട് കൂടുതലുള്ള സ്ഥലത്ത് വളരുന്ന ഒരു ചെടിയാണ്. അതിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് കുരുമുളകുകൾ വിൽക്കുന്നത്. പിന്നെ അല്ലാതെ നോർമൽ കേസിലുള്ള കുരുമുളകുകളും വിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇതൊക്കെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സെക്ഷൻ മൊത്തം കുറ്റിക്കുരുമുളകുകളാണ്. കുറ്റിക്കുരുമുളകില് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് കൈരളി, സരസ്, കരിമുണ്ട, പിന്നെ തെക്കൻ എന്ന് പറഞ്ഞാല് ദാണ്ടേ ഇത് കണ്ടോ, ഒരു തിരി വന്നിട്ട് പല തിരിയായിട്ട് ബഞ്ചായിട്ട് പിടിക്കുന്നതാണ്. ദാണ്ടേ ഇത് താരായതേ ഉള്ളൂ, മുളക് പിടിച്ചു വരണം. ഇത് കുറ്റിക്കുരുമുളകിനാണ്. കുറ്റിക്കുരുമുളകിന് നല്ലതാണ്. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥയിൽ മരത്തിപ്പെടുത്തുന്നതിന് അത്ര ബെറ്റർ ആണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് സരസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. മുളക് ആയി വരുന്നതേ ഉള്ളൂ. തിരി നീളം വയ്ക്കുന്നത് കണ്ടോ, നല്ല നീളമുള്ള തിരിയാണ്. കുറച്ച് ഇല വലിയ ഇലയും നല്ല നീളമുള്ള തിരിയാണ്. ഇതെന്ന് പറയുന്നത് കൈരളി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതും നല്ലതുപോലെ നീളമുള്ള തിരിയാണ്. നീളം ആയി വരുന്നതേ ഉള്ളൂ. ദണ്ടേ എല്ലാം തിരിയായി കിടക്കുന്ന ചെടികളാണ്. ഇതെല്ലാം ബ്രസീലിയൻ തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇപ്പം ഡ്രമ്മിലാക്കാൻ പരുവത്തിന് നിൽക്കുന്ന ചെടികളാണ് ഈ കാണുന്നതല്ല. ഇനി ഇതിന്റെ ചെറിയ തൈകളും നമ്മൾ കൊടുക്കുന്നുണ്ട്, വലിയ തൈകളും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കുറ്റിക്കുരുമുളകാണ്. ഇതെല്ലാം കുറ്റിക്കുരുമുളകളാണ്. കുറ്റിക്കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് ബ്രസീലിയൻ തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുറ്റിക്കുരുമുളക് നേട്ടം എന്ന് പറഞ്ഞാൽ സാധാരണ ഗതിയിൽ കുറ്റിക്കുരുമുളക് നട്ടാല് കുറച്ച് നാൾ കഴിയുമ്പോൾ വേര് ചീഞ്ഞിട്ട് ഇത് ഡാമേജ് ആയിപ്പോകും. ഈ ബ്രസീലിയൻ തിപ്പല്ലിയിൽ, അതായത് കൊളിബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുറ്റിക്കുരുമുളകാണെങ്കിൽ കുറഞ്ഞതൊരു 15 വർഷമെങ്കിലും അതിന് ഉണ്ട്. അപ്പം ലോങ് ലൈഫ് ഉണ്ട്. ദുരിതമാട്ടം അതിൻ്റെ വേര് ചീഞ്ഞിട്ടുള്ള ഡാമേജ് ഒഴിവാകും. പിന്നെ ഒത്തിരി വെള്ളം നിന്നാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകത്തില്ല. ചേട്ടാ, ഈ ബ്രസീലിയൻ തിപ്പല്ലി അതിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ? ബ്രസീലിയൻ തിപ്പല്ലി എന്ന് പറയുന്ന കൊളിബ്രീനം, അത് ഈ കണ്ടൽക്കാടിൻ്റെ ഒരു വകഭേദമാണ്. അപ്പം അത് ഈ വെള്ളം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണത്. കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. മറ്റേ മെഡിസിൻ പർപ്പസിനൊന്നും ഇത് ഉപയോഗിക്കാറില്ല. ഈ കാണുന്നതെല്ലാം ഇതെല്ലാം പടരുന്ന കുരുമുളകുകളാണ്. ബ്രസീലിയൻ തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് നട്ടാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു തോട്ടത്തിൽ 100 കുരുമുളക് ചെടി ഉണ്ടെന്നിരിക്കട്ടെ, ഒരു കുരുമുളക് ചെടിക്ക് ദുരിതവാട്ടം വന്നാൽ മതി, ആ തോട്ടം അടഞ്ഞ് ഈ ചെടികൾ കംപ്ലീറ്റ് നശിച്ചു പോകും. അപ്പം ഇതിൽ കൊളിബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത് നട്ടാൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഈ വേര് ചെയ്യുന്ന ഒരു അസുഖമില്ല. അതുകൊണ്ട് ഇപ്പം ഒരുപാട് പേര് ഇത് മേടിച്ച് നടന്നുണ്ടോ. ഇത് നമുക്ക് നല്ല രീതിയിൽ മൂവ്മെന്റ് ആകുന്ന ഒരു ചെടിയാണ്. അതിന്റെ പന്നിയൂറുണ്ട്, കരിമുണ്ടയുണ്ട്, കൈരളിയുണ്ട്, കുമ്പുക്കലുണ്ട്, കുറെ വെറൈറ്റികളുണ്ട് അതിന്റെ. ഇത് ഈ മൂടി വെച്ചിരിക്കുന്നതെല്ലാം കരിമുണ്ട വെറൈറ്റികളാണ്. കരിമുണ്ട കരിമുണ്ടയുണ്ട്, പന്നിയൂറും ഉണ്ട്. ഇതെല്ലാം ഓരോരോ വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. പല വെറൈറ്റികളുണ്ട് ഇതിൽ. എല്ലാം സെപ്പറേറ്റ് തന്നെയാണ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിലെല്ലാം താകം ഇട്ടിട്ടുണ്ട്. ഇത് എത്ര നാള് കുരുമുളക്? ഇതെല്ലാം കൊടുക്കാൻ സമയമായിരിക്കുന്ന കുരുമുളകുകൾ. ഇത് ഏതാണ്? ഇത് കൈരളി. ഈ കൈരളി ഇനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? കൈരളി എന്ന് പറഞ്ഞാൽ തണലത്ത് വളരും. പിന്നെ നല്ല നീളമുള്ള തിരിയാണ്. നല്ല ഒരു വലുതായിട്ട് അസുഖം ഇല്ലാത്ത ഒരു വെറൈറ്റിയാണ്. ഇതെല്ലാം കൊളിബ്രീനമാണ്. ബ്രസീലിയൻ തിപ്പല്ലി ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ
എടുത്തു വെച്ചിരിക്കുക. നമുക്ക് ഇത് വളർത്തുന്നതിന് വേണ്ടി മാത്രം തന്നെ ഇതാണ് ബ്രസീലിയൻ തിപ്പല്ലി. ബ്രസീലിയൻ തിപ്പല്ലി ഇതാണ്. വളർത്തുന്നതിന് വേണ്ടി മാത്രം തന്നെ ഒരു നഴ്സറി ഉണ്ട് പുലിക്കുഴിയിൽ. ഓക്കെ. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അവിടെ ഈ കൊളിബ്രീനെ മാത്രം വളർത്തുന്ന ഒരു നഴ്സറിയാണ്. അത് അവിടെ വലുതാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് ഗ്രാഫ്റ്റിംഗ് എല്ലാം. ഇതെല്ലാം ഏതാണ് നിൽക്കുന്നത്? ഇതിൽ കുറേ വെറൈറ്റികളുണ്ട്. കുറേ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇത് കുമ്പുക്കൽ. ഇത് പന്നിയൂർ 10. ഇത് പഞ്ചമി വിജയ്. ഇങ്ങനെ 10-20 വെറൈറ്റി എല്ലാം കൂടെ ഉണ്ട്. തെക്കൻ ടൂവ്. പക്ഷെ അതൊക്കെ നോർമൽ കേസിൽ കൊടുക്കാൻ ആയി വരുന്നതേ ഉള്ളൂ. ഇതിന്റെ പന്നിയൂർ 8. എല്ലാ വെറൈറ്റിയിലും നമ്മൾ ടാഗിട്ട് സെപ്പറേറ്റ് കീപ്പ് ചെയ്താ ചെയ്യുന്നത്. പക്ഷെ ഈ എല്ലാരും പറയും കാര്യം കുമ്പുക്കല് ഡാമേജ് വരത്തില്ല, പിന്നെ കയ്യില് ഡാമേജ് വരത്തില്ല, അങ്ങനെയൊന്നും നമുക്ക് ഒരു അവകാശം നമുക്ക് ഉന്നയിക്കാൻ കഴിയത്തില്ല. കാരണം നമ്മളിവിടെ കുറെ മദർ പ്ലാന്റിന് വേണ്ടി കുറെ കുരുമുളകുകൾ ഇവിടെ നട്ടിരുന്നു. അതിൽ അപൂർവം ചില വെറൈറ്റികൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഈ ഒരാഴ്ച തുടർച്ചയായിട്ട് മഴ നിന്നപ്പോൾ എല്ലാം ചീഞ്ഞു. അപ്പൊ അസുഖം ഒന്നും വരത്തില്ല എന്നും പറഞ്ഞ ഈ കുമ്പുക്കലിന്റെ പിറക്കെ ഈ ആൾക്കാർ പോകുന്നത് എന്തിനാണെന്നുള്ളത് എനിക്കറിയത്തില്ല. കുമ്പുകല് നമ്മൾ വിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ കാലാവസ്ഥയിൽ നമ്മൾ നോക്കിയിട്ട് കരിമുണ്ടയായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അമിതമായ വില കൊടുത്ത് ഈ മറ്റുള്ള വെറൈറ്റി മേടിച്ച് നടന്നതിനോട് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ചേട്ടാ, അതുപോലെ വളങ്ങളെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? വളങ്ങൾ ഇപ്പോൾ ഈ ബ്രസീലിയൻ തിപ്പല്ലി ഗ്രാഫ്റ്റ് ചെയ്താലും അല്ലാതെ നട്ടാലും ഈ വളങ്ങൾ ഒരുപോലെ ആയിരിക്കുമോ? വളങ്ങളെല്ലാം ഒരുപോലെ തന്നെ കൊടുക്കണം. വളങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ കൊടുത്തു വരണം. ചാണാപ്പൊടി, വേപ്പം പിണ്ണാക്ക്, എല്ലുപൊടി ഇതെല്ലാം കൂടെ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കലർത്തുന്നതാണ് നല്ലത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കുരുമുളക് ചെടി നടുമ്പം കുറഞ്ഞതൊരു 20 ഗ്രാം ട്രൈക്കോഡർമ കൂടെ അതിൽ ആഡ് ചെയ്ത് ഇട്ട ചാണാപ്പൊടിയാണെങ്കിൽ നല്ലത്. അതാണ് നമ്മൾ 2.5 കിലോ ചാണാപ്പൊടി ഒരു ചെടിക്ക് ഇടുന്നത്. ചേട്ടാ, അതുപോലെ ഈ കോഴിക്കാഷ്ടം ഇട്ടുകൂടാന്ന് കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? കോഴിക്കാഷ്ടം ചൂടാണ്. കോഴിക്കാഷ്ടം ഇടാൻ പറഞ്ഞാൽ അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഹൈ ലെവലിൽ കൂടുതലായിട്ട് വാരിടും. അങ്ങനെയല്ല, ചെറിയ ചെടിക്ക് ഉപയോഗിക്കേണ്ട. കുറച്ച് വലിയ ചെടി ആയതിനു ശേഷം കുറേച്ച് നമുക്ക് അതിന്റെ മുട്ടിൽ വേറി കൊടുക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇടാനായിട്ട് പബ്ലിക്കായിട്ട് അങ്ങ് പറയുമ്പോഴത്തേക്ക് അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുട്ടക്കണക്കിന് കൊണ്ടുവന്നിട്ട് നമ്മൾ ചാണാൻ വാരി ഇടുന്നത് പോലെ കോഴിക്കാഷ്ടം ഇട്ടാൽ കുരുമുളകുകൾ ചീഞ്ഞു പോകും, വാടിപ്പോവും. എല്ലാ കുരുമുളക് വള്ളിക്കും അസുഖങ്ങൾ വരും. ഒരു കുരുമുളക് വള്ളിക്കും അസുഖം വരത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഞാനിവിടെ മദർ പ്ലാന്റിന് നട്ടിരുന്ന എല്ലാ വെറൈറ്റികളിലും എല്ലാം കുറേശ്ശെ ചീഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ ബ്രസീലിയൻ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് നട്ട ഒരൊറ്റ വള്ളി പോലും ചീഞ്ഞു പോയിട്ടില്ല. അതുപോലെ ചേട്ടാ, ഈ കുറ്റിക്കുരുമുളക് നമുക്ക് ഇങ്ങനെ വളർന്ന് വന്നിട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ അടുത്ത തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര നാൾ കഴിഞ്ഞ് നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് അടുത്ത ഗ്രാഫ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും? അല്ല, അത് നമുക്ക് നല്ലതുപോലെ വളർത്തണമെങ്കിൽ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്ത് പുതിയ തൈ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ നിന്ന് ഈ കുറ്റിക്കുരുമുളക് നടുമ്പോൾ പ്രത്യേകം കർഷകർ ശ്രദ്ധിക്കണം. അതിൽ നിന്ന് ഇതുപോലെ വള്ളി പൊട്ടിയിറങ്ങും. ആ വള്ളി വളരാൻ അനുവദിക്കരുത്. അത് ആരംഭത്തിൽ തന്നെ കട്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഈ കുരുമുളക് കായ്ക്കാനായിട്ട് അത് വലിച്ചെടുക്കുന്ന എനർജി മൊത്തം ഇത് കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുന്ന വള്ളികൾ ആരംഭത്തിൽ തന്നെ കട്ട് ചെയ്ത് കളയാം. അതല്ലെങ്കിൽ പിന്നെ വലുതായാൽ നമുക്കത് കട്ട് ചെയ്ത് നമുക്ക് മരത്തിൽ പിടിപ്പിക്കുന്ന തൈയായിട്ട് മാറ്റാൻ കഴിയും. അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇതാണ് ഇതുപോലെ പൊട്ടിയിറങ്ങുന്ന വള്ളിയാണ്. ഇതുണ്ട്, ഇതെല്ലാം അങ്ങനെ പൊട്ടിയിറങ്ങുന്ന വള്ളികളാണ്. ഇതുപോലെ പൊട്ടിയിറങ്ങുന്നതിനെ നമുക്ക് മുറിച്ചെടുത്ത് മരത്തിൽ പിടിപ്പിക്കുന്ന വള്ളികൾ ആക്കാൻ പറ്റും. ചേട്ടാ, നമുക്ക് ഈ കുറ്റിക്കുരുമുളക് നമുക്ക് ചെടിച്ചട്ടിയിൽ വയ്ക്കുന്നതാണ്, അതെ തറയിൽ വയ്ക്കുന്നതാണ്, എങ്ങനെയായിരിക്കും അത് കൂടുതൽ പ്രയോജനം? അതിപ്പോൾ തറയിൽ വെച്ചാലും ചെടിച്ചട്ടിയിൽ വെച്ചാലും നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ നിൽക്കത്തുള്ളൂ. അത് നമ്മൾ തറയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 അടി, ഇപ്പം ഗ്രാഫ്റ്റ് ചെയ്ത കുറ്റിക്കുരുമുളക് ആണെങ്കിൽ 2 അടി നീളത്തിൽ 1 ഇഞ്ച് 2.5 അടി നീളത്തിൽ 1 ഇഞ്ച് വീതി വണ്ണമുള്ള PVC പൈപ്പ് മുറിച്ച് 3/4 അടി മണ്ണിന് താഴെയും ബാക്കി ഈ പെപ്പറുമായിട്ട് ജോയിന്റ് ചെയ്ത് കെട്ടിവെക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതൊരു താങ്ങായിട്ട് നിൽക്കാൻ വേണ്ടി മാത്രമാണ്. അല്ല അതിൽ പടർന്ന് കയറത്തൊന്നുമില്ല, പടരത്തുമില്ല. കുറ്റിക്കുരുമുളക് പടരുന്ന ടൈപ്പ് അല്ലല്ലോ. പിന്നെ മറ്റേതാണെന്നുണ്ടെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ തറയിൽ പടർന്ന് കിടന്നിട്ട് തറയിൽ പടർന്ന് പോകുന്നുണ്ട്. ആ വേരായിട്ട് അത് കുറച്ച് വൈഡായിട്ട് വരുന്നുണ്ട്.
നമുക്ക് എത്ര അകലം പാലിക്കാൻ പറ്റും? തറയിലൊക്കെ നടന്നുണ്ടെങ്കിൽ എത്ര ഡിസ്റ്റൻസ് വയ്ക്കാൻ പറ്റും? 6 അടി അകലമെങ്കിലും കൊടുക്കുന്നതായിരിക്കും നല്ലത്. കൊടുക്കണം. ശരി. മലബാർ അഗ്രോ നഴ്സറിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ അല്ലാതെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്